ബ്രെയിനിൽ എന്തോ ഒരു ചെറിയ കുഴപ്പം കാണുന്നുണ്ട്, ബ്രെയിനിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തലയിലേക്ക് ഒരു സാധനം വെച്ചു. ഞാൻ പെട്ടെന്ന് ബ്രെയിനിലേക്ക് പെട്ടെന്നൊരു ഷോക്ക് ആയിരുന്നു. ഞാൻ അപ്പം തന്നെ അവിടുന്ന് ഒരു തരിച്ചിട്ട് ഞാൻ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഡോക്ടർ റിപ്പോർട്ട് നോക്കിയിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ എന്നോട് പറഞ്ഞു, ഇത് മരുന്നിലൊന്നും കുടിച്ചാൽ മാറൂല, പിന്നെ ഇതെന്താക്കണം, ഇത് സർജറി ചെയ്യണം. ഞാൻ അവിടെ നിന്ന് ഉറക്കങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നു. കാരണം എനിക്കത് താങ്ങാൻ പറ്റുന്നില്ലേനു. കാരണം നമ്മൾ നെഞ്ചോട് ചേർത്ത് കുട്ടികളെ വെക്കുന്ന ഒരു സമയമാണല്ലോ. ഡോക്ടറിന്റെ ഉപ്പാനോട് പറഞ്ഞു, എനിക്ക് കത്തി പിടിച്ചു തരാൻ ഒരാള് മതിയെന്ന. അത്രയും ആത്മാർത്ഥമായിട്ടുള്ള ഒരു സമീപനായിരുന്നു ഡോക്ടർ എടുത്തുനിന്ന്. ഭയങ്കരമായിട്ട് റബ്ബിനോടൊരു മനോഹരമായ സംസാരം എന്ന് പറയില്ലേ, അതേപോലെ ഞാൻ എൻ്റെ എല്ലാ പ്രയാസവും റബ്ബിലേക്ക് അങ്ങ് പൂർണ്ണമായിട്ട് വിട്ട്. അങ്ങനെ എൻ്റെ പ്രയാസം, എനിക്ക് കുഞ്ഞു കുഞ്ഞു വേദന വരുന്നത് പോലും ഞാൻ റബ്ബിനോട് പറയാൻ തുടങ്ങി. ചെറിയ വേദന, എനിക്ക് വേദനിക്കുന്നുണ്ട് റബ്ബെ. അങ്ങനെ അത്രയും അടുത്തൊരു സംസാരമായിരുന്നു അത്. അന്ന് രാത്രി ഞാൻ റൂമിൽ നിൽക്കുമ്പം എനിക്ക് എന്തോ എൻ്റെ കൈക്ക് ചെറിയൊരു ഇളക്കം പോലെ, വിരലിന് മാജിക്കലാണ്, മിറാക്കിളാണെന്നൊക്കെ, മെഡിക്കൽ മിറാക്കിളാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇന്നലെ ഇവിടെ നിന്നിട്ട് ഞാനും സുരേഷ് സാറും തമ്മിൽ സംസാരിക്കുമ്പം ഡോക്ടർക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല ഈ വിരലിളകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ KP ഹവ്വ. കൂടുതലായി പരിചയപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല. മനോഹരമായ കാവൽ എന്ന ഒറ്റ പുസ്തകത്തിലൂടെ പ്രേക്ഷകരുടെയൊക്കെ മനം കവർന്ന എഴുത്തുകാരിയാണ്. അപ്പോൾ ഞാൻ ഹവ്വത്തനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് മനോഹരമായ കാവൽ എന്നുള്ള പുസ്തകം വായിച്ച സമയത്ത്, പൊതുവെ എല്ലാ ബുക്സും വായിക്കുന്ന ഒരാളല്ല, താല്പര്യപ്പെടുന്ന പുസ്തകം മാത്രം തിരഞ്ഞെടുത്ത് ഇനിയിപ്പോൾ അത് വായിച്ചാൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്യലൂല, ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ പുസ്തകം കണ്ട സമയത്ത് അതിൻ്റെ കവർ പേജിൽ തന്നെ നല്ല ചിരിക്കുന്ന ഒരാളിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയിൽ അങ്ങനെ വായിച്ചു തുടങ്ങിയ സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ, ശരിക്കും നമ്മളെ ലൈഫിൽ നടക്കുന്ന ഓരോ സംഭവം പോലെ അത്രയും റിയലിസ്റ്റിക് ആയിട്ടാണ് എഴുതിയിരുന്നത്. അപ്പോൾ അതിങ്ങനെ വായിച്ചു കഴിഞ്ഞ സമയത്ത് ഈ ഒരാളെ പരിചയപ്പെടണം അല്ലെങ്കിൽ ഒന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ സമയത്താണ് പഠിച്ചവനായിട്ടൊരു അവസരം തരികയെന്ന് പറയില്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയത്. IGMൻ്റെ സ്റ്റേറ്റ് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ഇൻ്റർവ്യൂ നടത്താനുള്ള ഒരു അവസരം കിട്ടി. അപ്പോൾ അന്ന് നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ ആ ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ സംസാരിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ പരിചയപ്പെട്ടു. പിന്നെ നമുക്കറിയാലോ, ഒരു പ്രോഗ്രാം ആവുന്ന സമയത്ത് അപ്പം അതിൽ കൃത്യമായ ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉത്തരം പറയണം. അങ്ങനെ ഒരു കുറച്ച് സമയത്തിനുള്ളിലാണെങ്കിലും അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നീട് നമ്മൾ ഫോൺ വഴിയും അതേപോലെ തന്നെ കുറേ പാട്ടുകളൊക്കെ അയച്ചു തന്നിട്ടും അങ്ങനെ നമ്മളൊരു നല്ലൊരു ബന്ധം ഉണ്ടാക്കി. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അതിർവരമ്പുകളോ അല്ലെങ്കിൽ ഒരു സമയത്തിൻ്റെ പ്രശ്നങ്ങളോ ഒന്നുമില്ല. അപ്പം ഇന്ന് ഹവ്വത്തയുമായിട്ടൊരു തുറന്ന സംസാരത്തിനാണ് ഈ ഒരു വേദി നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പുസ്തകം വായിക്കാത്ത ഒരുപാട് പേരുണ്ടാവും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ത്രെഡ് മാത്രം അറിയുന്ന ഒരു സർവൈവറാണ്, ഒരു അസുഖത്തിൻ്റെ സർവൈവറാണെന്ന് മാത്രം അറിയുന്ന പല ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ ആളുകൾ നമുക്ക് ചുറ്റുണ്ട്. അതായത് ഇപ്പോൾ അസുഖം വന്ന് മാറി സർവൈവറായിട്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ അവരിൽ നിന്നൊക്കെ ഹവ്വത്തിനെ വ്യത്യസ്തമാക്കുന്നത്, ആ പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം ആ അസുഖത്തെ വളരെ പോസിറ്റീവായ രീതിയിൽ നേരിട്ട് അതിനപ്പുറത്തേക്ക് പടച്ചോനിലേക്ക് കൂടുതൽ അടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഹവ്വത്തൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? എനിക്ക് എൻ്റെ 30ാമത്തെ വയസ്സിലാണ് എൻ്റെ കാലിന്ന് ഒരു ദിവസം ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഇങ്ങനെ ഊരിപ്പോവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ചെരുപ്പിൻ്റെ പ്രശ്നമാണെന്ന്. പിറ്റേ ദിവസം ഞാൻ സ്കൂട്ടി ഓടിക്കാറുണ്ടായിരുന്നു മോനെ സ്കൂളിൽ വിടാൻ വേണ്ടി. മോനെ സ്കൂളിൽ വിട്ട് സ്കൂട്ടി ഓടിച്ച് തിരിച്ചിങ്ങനെ ഇറങ്ങുമ്പോൾ എനിക്ക് സ്റ്റാൻഡ് ഇടാൻ പറ്റുന്നില്ല, ഇടത്തെ കാല് വഴുതി പോവുകയാണ്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്തോ ഒരു ചെറിയ അസ്വസ്ഥത, എന്നാൽ ഇതൊരു കാലിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന് ചിന്തിക്കുന്നേ ഇല്ല. അങ്ങനെ ഞാൻ ഇത് 2-3 ദിവസമായിട്ട് ഇങ്ങനെ വീട്ടിൽ പറയുന്നുണ്ട്, പക്ഷെ വീട്ടിലും ആരും അത് കാര്യമാക്കിയിട്ട് ആരും എടുത്തിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് എൻ്റെ വല്യമ്മൻ്റെ അനിയത്തി വീട്ടിലേക്ക് വിരുന്ന് വന്നത്. അപ്പോൾ അന്ന് കറക്റ്റായിട്ട് എന്തോ ഒരു കൃത്യസമയത്ത് എൻ്റെ കാലൊന്ന് വെച്ച് കുത്താണ്, ഇടത്തെ കാലിൻ്റെ തള്ളവരൽ കുത്തുന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് ശക്തമായിട്ടുള്ള വേദന വന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ശബ്ദത്തിൽ ഇങ്ങനെ കരഞ്ഞു, ചെറിയൊരു ശബ്ദത്തിൽ കരഞ്ഞു, കാരണം പെട്ടെന്ന് വന്നൊരു വേദനയായിരുന്നു. അപ്പോൾ ഞാൻ ആ വേദന വന്ന സമയത്ത് ഉമ്മ ഓടി വന്നിട്ട് എനിക്ക് ഐസൊക്കെ കാലിലിങ്ങനെ വെച്ചിരുന്നതിൻ്റെ ഇടയിൽ ഞാൻ അങ്ങനെ പറഞ്ഞു, എന്താണെന്നറിയില്ല കുറേ ദിവസമായിട്ട്, അതിൻ്റെ മുന്നേ തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പോൾ എന്താണെന്നറിയില്ല കുറേ ദിവസമായിട്ട് എൻ്റെ ഇടത്തെ കാലിന് ചെരുപ്പ് ഊരി പോകുന്നുണ്ട് എന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞു. അപ്പം എൻ്റെ വല്യമ്മൻ്റെ അനിയത്തി കുഞ്ഞാമ്മ ഒരു സ്ട്രോക്ക് പേഷ്യൻ്റാണ്. കുഞ്ഞാമ്മ പെട്ടെന്ന് പറഞ്ഞ്,
ഒരു 6 മാസം മുന്നേ എനിക്ക് സ്ട്രോക്ക് വരുന്നതിൻ്റെ ഒരു 6 മാസം മുന്നേ ഇതേപോലെ എനിക്കുണ്ടേനു, ഇത് നോക്കണം മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് സ്ട്രോക്കോ, ഞാനിങ്ങനെ ചിന്തിക്കുക ഫസ്റ്റ്, എനിക്ക് സ്ട്രോക്കോ ഇത്ര ചെറിയ പ്രായത്തിൽ എനിക്ക് സ്ട്രോക്ക് വന്നോ. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോള് ഡോക്ടറാണ് നിത. അപ്പം ഞാൻ അവളെ പെട്ടെന്ന് വിളിച്ചിട്ട് ഞാൻ അവളോട് പറഞ്ഞു ഇങ്ങനെ, നിത എൻ്റെ കാലിൻ്റെ ഇടത്തെ കാലിൻ്റെ ചെരുപ്പ് ഇങ്ങനെ ഊരിപ്പോകുന്നുണ്ടെന്ന്. അപ്പോൾ ഒക്കെ അപ്പം തന്നെ ചെറിയ ഡൗട്ട് അടിച്ചിട്ടുണ്ടാവുള്ളൂ. എന്നോട് പറഞ്ഞു ഇത് പെട്ടെന്ന് പോയിട്ടൊരു ഫിസിഷ്യനെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഉമ്മയും കൂടി സാധാ രീതിയിലാണ് പോകുന്നത്. അങ്ങനെ ഫിസിഷ്യനെ കാണാൻ പോയി. ഫിസിഷ്യനെ മുഴുവൻ ചെക്ക് ചെയ്ത് ആ സമയത്ത് ഫിസിഷ്യൻ പറഞ്ഞു എൻ്റെ കാലിൽ എന്തുണ്ട്, ചെറിയൊരു വീക്ക്നെസ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചെക്ക് ചെയ്തതിന് ശേഷം അദ്ദേഹം അങ്ങനെ മരുന്ന്, ഇതൊരു ചെറിയ മരുന്നിൽ മാറുമെന്ന് പറഞ്ഞിട്ട് ആദ്യം അദ്ദേഹം മരുന്ന് എഴുതാൻ പോയി. പിന്നെ അദ്ദേഹം അങ്ങനെ ചിന്തിച്ചിട്ട് എന്നോട് പറഞ്ഞു വേണ്ട, ഞാൻ അപ്പുറത്തൊരു ന്യൂറോളജിസ്റ്റ് ഉണ്ട്, അവരെ കാണിച്ചാൽ മതി, അപ്പുറത്തെ റൂമിൽ തന്നെയാണ്. ഡോക്ടറിനെ ഫോണിൽ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. പെട്ടെന്ന് അവിടെ നല്ല തിരക്കുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി പെട്ടെന്ന് പോയി കാണിച്ചു. ന്യൂറോളജിസ്റ്റും നോക്കിയിട്ട് പറഞ്ഞു പിന്നെ കുറച്ച് ഞരമ്പിൻ്റെ ടെസ്റ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടി തന്നു. ഞങ്ങൾ അവിടുന്ന് അതൊക്കെ ചെയ്തു. നോക്കുന്ന സമയത്ത് എല്ലാം നോർമൽ, ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ നോർമൽ വന്നപ്പോൾ ഞാൻ ചിന്തിച്ച് അപ്പം എന്തായിരിക്കും കാരണം, എന്നാൽ ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ തലയിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഞാൻ ഉടനെ അവിടുന്ന് ഹോസ്പിറ്റലിൻ്റെ ഉപ്പനെ വിളിച്ചു. ഉപ്പ ഓൾറെഡി ഡിസ്കിൻ്റെ പ്രശ്നമൊക്കെ ഉപ്പാക്ക് മുന്നേ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഉപ്പ എന്നോട് പറഞ്ഞു അത് ഡിസ്കിൻ്റെ വല്ല പ്രശ്നമായിരിക്കും, അത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയാതെ വീട്ടിൽ നിന്ന് പോകുന്ന, കാരണം നമ്മൾ പെട്ടെന്നുള്ളതാണ്. ഹസ്ബൻഡ് ദുബൈയിലാണ്, 2 മക്കളാണ്. മൂത്ത ആള് 2ാം ക്ലാസ്സിലും ആ സമയത്ത്, ചെറിയ ആള് 11 മാസേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പെട്ടെന്നാണ് ഇതിൽ പെട്ടെന്നാണ് പോകുന്നത്. അപ്പോൾ ഹസ്ബൻഡിനെ ഞാൻ അവിടെ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്, ഞാനിങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലുള്ളത്, പിന്നെ എൻ്റെ കാലിന് ഇങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് ആദ്യമായിട്ട് ഹസ്ബൻഡിനോട് അന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നോട് ചോദിച്ചാൽ എൻ്റെ കാലിന് എന്താ ഞൊണ്ടുണ്ടോ എന്ന് ചോദിച്ചു, തമാശക്ക് ചോദിച്ചു. അപ്പോൾ അത് ചോദിച്ചിട്ടൊരു മെസ്സേജ് ഇങ്ങോട്ട് അയച്ച് ഞാൻ പറഞ്ഞു കാക്കു ഇങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് എന്തോ ഒരു വീക്ക്നെസ് ഉണ്ട് എന്ന് അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഡോക്ടർ MRIക്ക് എഴുതി തന്നു. സത്യത്തിൽ സ്പൈനൽ MRIക്കാണ് എഴുതി തന്നത്. ഞങ്ങൾ കോഴിക്കോടുള്ള ഡോക്ടർ ഷാജീസ് എന്ന് പറഞ്ഞ ആ ഒരു സ്കാനിങ് സെൻറ്ററിൽ പോയി. അങ്ങനെ ഞങ്ങൾ സ്കാനിങ് ചെയ്തുകൊണ്ടിരിക്കെ പെട്ടെന്നൊരു സിസ്റ്റർ അവിടേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു ബ്രെയിനിൽ എന്തോ ഒരു ചെറിയ കുഴപ്പം കാണുന്നുണ്ട്, ബ്രെയിനിലേക്ക് ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കണം എന്ന് പറഞ്ഞു. പെട്ടെന്ന് തലയിലേക്ക് ഒരു സാധനം വെച്ചു. ഞാൻ പെട്ടെന്ന് ബ്രെയിനിലേക്കോ പെട്ടെന്നൊരു ഷോക്കായിരുന്നു. ഞാൻ അപ്പം തന്നെ അവിടുന്ന് ഒരു തരിച്ചിട്ട് ഞാൻ കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ നമ്മളിത് എടുത്ത് പുറത്ത് വന്ന് ഞാൻ കരഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ്. എനിക്ക് ആ ഒരു ഷോക്ക് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു തരിപ്പാണ്, ഞാൻ വീട്ടിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു തരിപ്പാണ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ കരയാണ്. അപ്പോൾ അവിടെ ഉള്ള ഡോക്ടറിനോട് പറഞ്ഞു നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, പിന്നെ അതൊരു ചെറിയ നീരാണ്, മരുന്ന് കുടിച്ചാൽ മാറുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ സമാധാനിപ്പിച്ച് ഡോക്ടർ പറഞ്ഞു ഇന്ന് വേണേൽ റിപ്പോർട്ട് തരാം, പക്ഷേ നിങ്ങൾ നാളെ രാവിലെ വന്ന് ഒരു ടെസ്റ്റും കൂടി ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് വിട്ടു. പക്ഷേ ഈ സിസ്റ്റർ എന്നോട് പെട്ടെന്ന് വന്ന് പറഞ്ഞതിൽ ഞാൻ പെട്ടെന്നൊന്ന് പേടിച്ചു. ഒരിക്കലും പെട്ടെന്ന് അങ്ങനെ വന്ന് ഒരാളോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പക്ഷെ അവരതിന് പിന്നീട് സോറി പറഞ്ഞു. അപ്പോൾ ഞാൻ അതിലൊന്ന് ഒരു തരിച്ചിട്ടാണ് ഞാൻ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഞാൻ ഉമ്മൻ്റെ അനിയത്തിൻ്റെ മോളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു ഒന്നും ഉണ്ടാവില്ല രീതി, ഒന്നും ഉണ്ടാവില്ല, പിന്നെ അത് ചെറിയ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ശനിയാഴ്ചയാണിത് നോക്കുന്നത്. ശനിയാഴ്ച രാത്രി ഞാൻ വീട്ടിൽ പോയപ്പോൾ ഒക്കെ ഒരു തരിപ്പിലാണ് ഞാനുള്ളത്. അങ്ങനെ ഒരു ഞായറാഴ്ച കഴിഞ്ഞു. അപ്പോഴും വീട്ടിലുള്ളവർക്കും അതൊരു ചെറിയ വിഷയമാണെന്നാണ് അപ്പോഴും അവർ ധരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലാണ് ഈ റിപ്പോർട്ട്. അപ്പം ഞാൻ പറഞ്ഞ ആ സെൻറ്ററിലേക്ക് ഞാൻ പോകൂല, എനിക്കൊരു പേടി, ഞാൻ അവിടേക്ക് ഇല്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് ചെക്ക് ചെയ്യാന്നുള്ളതിൽ റിപ്പോർട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്. റിപ്പോർട്ട് വന്ന സമയത്ത് ഇവരാരും എന്നോടൊന്നും പറയുന്നില്ല, വീട്ടുകാർ ആരും ഒന്നും പറയുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പം തന്നെ എനിക്ക് ചെറുതായിട്ടൊന്നതായി. ആ സമയത്ത് ഉപ്പ ഉണ്ടായിരുന്നു. ഉപ്പ റിപ്പോർട്ട് നോക്കിയ ഉടനെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ മകളും ഡോക്ടറാണ്. അപ്പോൾ ദീദിക്ക് അയച്ചു കൊടുത്തു. ദീദി ഉപ്പാൻ്റെ അടുത്ത് പറഞ്ഞു ഇതിൻ്റെ സീരിയസ്നെസ്. അപ്പം തന്നെ ഫോണിൽ പറഞ്ഞു കൊടുത്തു. ഉപ്പ പെട്ടെന്ന് പറഞ്ഞു നമ്മൾ ഇവിടെ കാണിക്കട്ടെ, കോയമ്പത്തൂർ പോവാ. അപ്പോഴും ഞാൻ ആലോചിക്കുന്ന എന്താ എൻ്റെ മോളുണ്ട്. ഞാൻ അമ്മനോട് പറഞ്ഞു ഞാൻ എൻ്റെ മോളെയും കൊണ്ടിട്ടേ പോകുള്ളൂ, ഞാൻ മോളെയും കൊണ്ടുപോവാ എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കോയമ്പത്തൂരേക്ക് വരുന്നില്ല, ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി. അപ്പൊ അറിഞ്ഞിട്ടില്ലായിരുന്നു, ഹവത്ത് അറിഞ്ഞിട്ടില്ലായിരുന്നു? ഇല്ല അറിഞ്ഞിട്ടില്ല. എന്താന്ന് എന്നോട് അപ്പോഴും പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ. എന്തോ ഒരു പ്രശ്നമുണ്ട്, പ്രശ്നമുണ്ട്. അത്രേ അറിയുന്നുള്ളൂ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുമ്പോൾ ഈ റിപ്പോർട്ടും കൊണ്ടിട്ട് ആണ് നമ്മൾ കോഴിക്കോടുള്ള ഒരു വലിയ ഹോസ്പിറ്റലിൽ പോവാണ്. പോയ സമയത്ത് അവിടെ വെച്ചിട്ട് ഡോക്ടർ റിപ്പോർട്ട് നോക്കിയിട്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ എന്നോട് പറഞ്ഞു, ഇത് മരുന്നിലൊന്നും കുടിച്ചാൽ മാറൂല, പിന്നെ ഇതെന്താക്കണം, ഇത് സർജറി ചെയ്യണം. അപ്പോൾ ഒരു MRI കൂടി നമുക്ക് നാളെ രാവിലെ നിങ്ങൾ വന്നിട്ട് എടുക്കണം. കോൺട്രാസ്റ്റ് MRI എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് രാവിലെ നിങ്ങൾ വന്നിട്ട് എടുക്കണം. പിന്നെ അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു, ഡോക്ടർ എനിക്ക് പാല് കൊടുക്കണ ഒരു മോളുണ്ട്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, അപ്പോൾ തന്നെ പാല് കൂടി നിർത്തിക്കൊള്ളി എന്ന് പറഞ്ഞിട്ട് സ്റ്റിറോയിഡ് മെഡിസിൻ എഴുതി. ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ, എൻ്റെ ഉപ്പയുണ്ട് ഉമ്മയുണ്ട്, ഞാൻ അവിടെ നിന്ന് ഉറക്കങ്ങനെ പൊട്ടി കരയുന്നു. കാരണം എനിക്കത് താങ്ങാൻ പറ്റുന്നില്ലേനും. കാരണം നമ്മൾ നെഞ്ചോട് ചേർത്ത് കുട്ടികളെ വെക്കുന്ന ഒരു സമയമാണല്ലോ. ഞാൻ കുറച്ച് കൂടുതൽ മക്കളോട് കുറച്ച് അധികം സ്നേഹം കാണിക്കുന്ന ആളാണ് ഞാൻ, കുറച്ച് അടുപ്പം കൂടുതലാണ് എനിക്ക് അവരോട്. അപ്പം ഞാൻ അത് ആലോചിച്ച് സത്യം പറഞ്ഞാൽ ഈ ഒരു രോഗത്തിന് സത്യത്തിൽ ഞാൻ പൊട്ടിക്കരഞ്ഞിട്ട് തന്നെയാണ് സ്വീകരിച്ചത്. അങ്ങനെ എൻ്റെ ഉപ്പ അവിടെ എന്നെ സത്യം പറഞ്ഞാൽ കോഴിക്കോട് എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി മാത്രം കൊണ്ടുപോയതാണ്. ഉപ്പ അതിൻ്റെ ഇടയ്ക്ക് കോയമ്പത്തൂരൊക്കെ എനിക്ക് അപ്പോയിൻമെൻ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞങ്ങൾ രാവിലെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ പോയി കോൺട്രാസ്റ്റ് MRI എടുത്ത് ഞാൻ എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഈ ഡീറ്റെയിൽസ് ഒക്കെ അങ്ങോട്ട് മെയിൽ ചെയ്ത് കൊടുത്ത് ഞാൻ പോകുന്ന നേരെ കാഷ്വാലിറ്റിയിലേക്കാണ്, കോയമ്പത്തൂർ. അപ്പോഴും ഇത് ട്യൂമർ ആണ് എന്നുള്ളത് തലയിലേക്ക് അപ്പോഴും എൻ്റെ തലയിലേക്ക് പോയിട്ടില്ല. അങ്ങനെ അവിടെ കാഷ്വാലിറ്റിയിലേക്ക് നേരെ പോയി. കാഷ്വാലിറ്റിയിലേക്കാണ് ഡോക്ടർ വന്ന് നോക്കുന്നത്, എൻ്റെ സർജറി ചെയ്ത സുരേഷ് ജയബാലൻ ഡോക്ടർ. അങ്ങനെ ഡോക്ടർ ആദ്യം തന്നെ എൻ്റെ അടുത്തേക്ക് വന്ന് പിന്നെ എന്നോട് തോളിൽ തട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞ്, അവിടെ ഒരു ഗ്രോത്ത് ഉണ്ട്, അത് നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, അവിടെ ഒരു ഗ്രോത്ത് ഉണ്ട്, അത് നമുക്ക് റിമൂവ് ചെയ്യണം. ചിലപ്പോൾ അതെന്താവാം, മേ ബി എ ട്യൂമർ, അങ്ങനെ പറഞ്ഞുള്ളൂ. 98% രോഗീൻ്റെ ഫാമിലിയും പോസിറ്റീവായിരിക്കണോ അതേപോലെ പോസിറ്റീവായിരിക്കും റിസൾട്ട്. പിന്നെ 2% എല്ലാത്തിലും ഉള്ളതുപോലെ റിസ്ക് അത്രേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് അവിടെ ഇത് ഫുള്ള് ഡീറ്റെയിൽസ് കാണിച്ചിട്ട് പറഞ്ഞത് വേറെ ആയിരുന്നു. ഇതൊരു കടുവയാണ്, ഈ കടുവ എങ്ങനെയാണ് ഈ ശരീരത്തിനോട്, ഞാൻ യുദ്ധം ചെയ്യാൻ പോകുന്നത് ഒരു കടുവയോടാണ്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഈ കടുവ ശരീരത്തിൽ ഉണ്ടാക്കി വെക്കുന്നു എനിക്കറിയില്ല എന്നാണ് എൻ്റെ ഉപ്പൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ അവിടെ അഡ്മിറ്റായ ദിവസമൊക്കെ സത്യത്തിൽ ഞാനൊരു ഇഹലോക ചിന്തയെ തന്നെയാണ്. പാലുകൂടി പെട്ടെന്ന് നിർത്തുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അറിയാലോ, പാല് നിറഞ്ഞിട്ട് വല്ലാതെ പെയിന് വരാൻ തുടങ്ങി. അപ്പോൾ നമ്മളെ വീട് അടുത്തെവിടോ ആണ് എന്ന് വിചാരിച്ചിട്ട് ഒരു സിസ്റ്ററിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പിന്നെ പാല് വേണമെങ്കിൽ വേദന ഉണ്ടെങ്കിൽ പമ്പ് ചെയ്തിട്ട് വേണേ കുട്ടിക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അതൊക്കെ കേട്ട സമയത്ത് അന്ന് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലേ, ഞാനിങ്ങനെ കരഞ്ഞോണ്ടേ നിൽക്കുക, എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകുന്നുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയാൻ വിട്ടു, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുൻപ് എനിക്ക് ചെറുപ്പം മുതലൊരു ശീലമുണ്ട്. എനിക്ക് വല്ലാതെ പ്രയാസം വരുന്ന സമയത്ത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഖുർആൻ്റെ പരിഭാഷ ഒന്ന് തുറന്നു നോക്കും. ഖുർആൻ്റെ പരിഭാഷ സ്ഥിരമായി വായിക്കണ ഒരു ശീലമുണ്ട്. ഞാൻ ഒരു ദിവസം ഒരുപാടൊന്നും വായിക്കൂല, ഒരു പേജൊക്കെ വായിക്കുള്ളൂ. ആ ഒരു പേജ്, ആ ഒരു ബന്ധം എനിക്ക് ഖുർആനോട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അന്നും അതേപോലെ തുറന്നു നോക്കി. അതായത് ഈ കോയമ്പത്തൂരേക്ക് ഞാൻ നേരത്തെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് മോളെ ഒക്കെ വിട്ടു പോകുന്ന സമയത്ത് ഞാൻ ഒന്ന് തുറന്നു നോക്കി, പ്രാർത്ഥിച്ച് തുറന്ന് 2 റക്കഅത്ത് സുന്നത്തും നിസ്കരിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് തുറന്നു നോക്കുന്നത്. ആ സമയത്ത് ഞാൻ ഖുർആനിൽ കണ്ടൊരായത്താണ്, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് എന്നുള്ളത്. അപ്പോൾ അതെൻ്റെ ഉള്ളിലൊരു ചെറിയ ശക്തി എന്ന് പറഞ്ഞാൽ ചെറിയൊരു ധൈര്യം എനിക്ക് തന്നിട്ടുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിരാശയിലേക്ക് പോയിട്ടില്ല, പക്ഷെ എനിക്കെൻ്റെ സങ്കടം ഒതുക്കാനും പറ്റണില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു. അതായത് ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്നത്, ഞാനൊരു ഇഹലോക ചിന്തയിലായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രയാസത്തിലൂടെ കടന്നു പോയത് എന്നാണ്. അങ്ങനെ ഫസ്റ്റത്തെ സർജറി പൊങ്കലിൻ്റെ ദിവസമാണ്, അവിടുത്തെ കോയമ്പത്തൂർ. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ തല കറങ്ങി വീണിട്ടാണ് വന്നിരുന്നെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ചെയ്തേനെ, ഇപ്പം നിങ്ങൾക്ക് ബോധമുള്ളതുകൊണ്ട് തന്നെ പ്രശ്നമില്ല, സ്റ്റിറോയിഡ് തന്നതിന് ശേഷം നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ഈ പൊങ്കൽ ദിവസമാണ് സർജറി ചെയ്യേണ്ടത്. തമിഴ്നാട്ടിലുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും, വലിയൊരു ഉത്സവമാണ്. അവിടെ ഒന്നും ഒരിക്കലും ഒരാളും
ഉണ്ടാവാത്തൊരു ദിവസമാണ്. അപ്പൊ ഡോക്ടറിന്റെ ഉപ്പാനോട് പറഞ്ഞു എനിക്ക് കത്തി പിടിച്ചു തരാൻ ഒരാള് മതിയെന്ന. അത്രയും ആത്മാർത്ഥമായിട്ടുള്ളൊരു സമീപനായിരുന്നു ഡോക്ടർ എടുത്തുനിന്ന്. അങ്ങനെ ആദ്യത്തെ ദിവസം ഞാനിങ്ങനെ പിന്നെ ഈ അനസ്തെറ്റി റൂമിൽ കൊണ്ടുപോയി, OP റൂമിൽ കൊണ്ടുപോയി. അവിടെ ഇവരിങ്ങനെ ഇട്ടിട്ട് ഡിസ്കസ് ചെയ്യാണ്. അപ്പോഴാണ് അവര് പറയുന്നത് ഇത് പിന്നെ ബ്രെയിൻ ട്യൂമറാണ്. ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. മനസ്സിലായി. അപ്പോഴാണ് ഞാൻ അങ്ങനെ നോക്കുന്നത്. അപ്പോഴാണ് ഞാൻ ആ ഇതിൽ കാണുന്നത് ബ്രെയിൻ ട്യൂമർ. പക്ഷെ ഞാൻ ആ സമയത്ത് നന്നായിട്ട് പഠിച്ചവനോട് പ്രാർത്ഥിച്ച് കലിമ ചൊല്ലി ഡോക്ടർ എന്നോട് പരിചയപ്പെട്ടു. പിന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ തന്ന്. പിന്നെ ഞാൻ ഉറങ്ങിപ്പോകുന്ന പോലെ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. പിന്നെ കുറച്ച് പെട്ടെന്ന് എണീറ്റ പോലെ ഒരു ഫീലിംഗ്. എണീറ്റ് എല്ലാവരും തട്ടുന്നുണ്ട്. ഡോക്ടർ എന്നെ തട്ടിയിട്ട് ചോദിച്ചു ഞാൻ ആരാ മനസ്സിലായി ചോദിച്ചു. അൽഹംദുലില്ലാ ഞാൻ എല്ലാവരെയും തിരിച്ചറിയുന്നുണ്ട്. ഡോക്ടറെ പേര് ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ ഒരു ചിരി ചിരിച്ചു. കാരണം സന്തോഷം കൊണ്ട് ചിരിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് മുന്നിൽ, ഉമ്മ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഉപ്പ ബാക്കിലാണ് നിൽക്കുന്നത്. എൻ്റെ ഉപ്പ എവിടെയെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പം ഞാൻ എല്ലാവരെയും അൽഹംദുലില്ലാ തിരിച്ചറിഞ്ഞ്. എൻ്റെ കാലിന് ഡോക്ടർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. മുട്ടിൻ്റെ താഴേക്ക് ഉള്ള ആ ഒരു വീക്ക്നെസ് അതായത് റൈറ്റ് സൈഡിലായിരുന്നു. റൈറ്റ് സൈഡിലാകുമ്പോൾ ലെഫ്റ്റ് ആണല്ലോ. അപ്പോൾ ഇപ്പം എൻ്റെ കാലിനുള്ള ഇതേ വീക്ക്നെസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഡോക്ടേഴ്സ് അതിലും വലുത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അവർ വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞാൻ റൂമിലേക്ക് വന്നു. പിന്നെ ആ ഒരു സമയത്തും ഞാൻ ഒരു മരവിച്ച അവസ്ഥ എന്ന് പറയൂലേ, അതിൽ തന്നെയാണ് ഞാൻ ഉള്ളത് കേട്ടോ. അങ്ങനെ 2-3 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ബ്രെയിനിൻ്റെ ഉണക്കത്തിന് ഏറ്റവും ആവശ്യം എന്താണ്? ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ മാസ്ക് കംപ്ലീറ്റ് ടൈം ഇത് വെക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് ഒരു അസ്വസ്ഥത ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ പറഞ്ഞു, ഡോക്ടർ ഇത് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടാവുന്നതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ എന്ത് ചെയ്തു, ഇത് മാറ്റിയിട്ട് ചെറിയ ട്യൂബ് തന്നു. അപ്പോൾ അത് ഞാൻ ഉറക്കത്തിൽ എപ്പോഴോ ഇത് മാറിപ്പോയി തോന്നുന്നു. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീക്കുമ്പോൾ എനിക്കിവിടെ ഒരു കയ്യോ കാലോ ഉണ്ടെന്ന് തോന്നിയില്ല. പിറ്റേ ദിവസം എണീറ്റ് രാവിലെ ആ സമയത്ത് ഒരു സിസ്റ്റർ വന്നിട്ട് ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രാത്രിയൊക്കെ നമുക്ക് ഈ കയ്യിൽ ഇഞ്ചക്ഷൻ ചെയ്തു. ഞാൻ വിചാരിക്കുന്നത് ഈ സിസ്റ്റർ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് എൻ്റെ കൈക്ക് എന്തോ പറ്റിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ സിസ്റ്റർ കയ്യിലേക്ക് ഇഞ്ചക്ഷൻ വെച്ചപ്പോൾ എനിക്ക് വല്ലാത്ത പെയിൻ വന്നിരുന്നു. അതായത് എൻ്റെ സെൻസറി പ്രശ്നം വന്നിട്ടില്ല, വേദന അറിയില്ല. പക്ഷെ കൈ അനക്കാൻ പറ്റുന്നില്ല, കാലനക്കാൻ പറ്റുന്നില്ല, ഭാരം ഒരു കനം ഫീൽ ചെയ്ത്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ സിസ്റ്റർ ഇവിടെ എന്തോ ചെയ്ത് അതിന് ശേഷം എനിക്ക് കൈ അനക്കാൻ പറ്റുന്നില്ല. കാലിൻ്റെ ഞാൻ അപ്പം പറഞ്ഞിട്ടില്ല, കൈയാണല്ലോ നമുക്ക് പെട്ടെന്ന് പൊന്തിക്കാൻ പറ്റാത്ത. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ വരൂല, സിസ്റ്റർ ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെ വരൂല, ഇപ്പൊ തന്നെ CT സ്കാൻ ചെയ്യണമെന്ന്. അങ്ങനെ താഴെ കൊണ്ടുപോയി CT സ്കാൻ ചെയ്ത സമയത്ത് ഈ ഓക്സിജൻ കുറഞ്ഞിട്ട് എൻ്റെ തലയിൽ മുഴുവൻ എഡിമ വന്നിങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ട്. അങ്ങനെ അതോടെ ഡോക്ടർ മുഴുവൻ സത്യത്തിൽ ഡോക്ടറെ കയ്യിൽ നിന്ന് പോയ പോലെ ഉള്ള ഒരവസ്ഥയായി. ഡോക്ടർ കംപ്ലീറ്റ് നിരാശനായി. അങ്ങനെ ഡോക്ടർ അന്ന് 3 മണിക്ക് അപ്പൊ എൻ്റെ ഉപ്പാക്ക് അന്ന് കൊറോണ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർജറി ഉള്ള ദിവസം ഉപ്പൻ്റെ അടുത്ത് വിട്ടിട്ടാ നിന്നത്. അപ്പൊ ഉപ്പ അന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടില്ല. അപ്പം ഹസ്ബൻഡിനെയും ഉമ്മനെയും 3 മണിക്ക് ഡോക്ടർ കാണണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഏകദേശം മനസ്സിലായി. അങ്ങനെ ആ ഒരു സമയമൊന്നും എനിക്ക് പോകാത്ത പോലെ തോന്നി. പക്ഷെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ നിന്നു. ആ ഒരു സമയത്ത് ഞാൻ പഠിച്ചവനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേ നിന്ന്. ഞാൻ ആയത്തുൽ കുർസി, ആമന റസൂലൊക്കെ ഇങ്ങനെ നിർത്താതെ അങ്ങനെ ഉരുവിട്ടുകൊണ്ടേ ഇരുന്നിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി ആയ സമയത്ത് അന്ന് രാത്രി ഉപ്പൻ്റെ ഒരു കോൾ എനിക്ക് വരിക എൻ്റെ ഫോണിലേക്ക്. ഉപ്പ ഫോണിൽ കരയാണ്. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ. അപ്പം ഉപ്പ എന്നോട് പറഞ്ഞു എനിക്കിവിടെ വീട്ടിലിരുന്നിട്ട് എല്ലാ റിപ്പോർട്ടും കിട്ടുന്നുണ്ട്, നമുക്ക് എവിടെ കൊണ്ടുപോയാലും ഉപ്പതാ പറയണേ, എവിടെ കൊണ്ടായാലും ഞാൻ എന്നെ രക്ഷപ്പെടുത്തും ഇൻഷാ അല്ലാ, ഞാൻ എവിടെ വേണേലും കൊണ്ടുപോകുമ്പോൾ ഞാൻ മോക്ക് ഉബ്ബല്ലേന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ഉപ്പ കരയാണ് ശബ്ദത്തിൽ. എന്നിട്ട് ഉബ്ബ ഒരു വാക്കിനോട് പറഞ്ഞു നമുക്ക് അള്ളണ്ട്, അള്ളാഹു നമ്മളെ കൈവിടൂലാന്ന് ഉബ്ബ പറഞ്ഞു. അപ്പം അതോടെ എനിക്ക് മനസ്സിലായി കംപ്ലീറ്റ് കയ്യിൽ നിന്ന് വിട്ടിട്ടുണ്ട് എന്ന് മനസ്സിലായി. പക്ഷെ ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നു, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് എന്നുള്ളൊരു വചനം ഉണ്ടല്ലോ,
അത് സത്യത്തിൽ അന്ന് എന്നെ നിരാശയിലേക്ക് തള്ളിവിട്ടില്ല. ഞാൻ ആ ഒരു നിമിഷം ഞാൻ റബ്ബിലേക്ക് പൂർണ്ണമായിട്ടും എൻ്റെ പ്രയാസങ്ങൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ റബ്ബിലേക്ക് ഭരമേൽപ്പിച്ചു. അങ്ങനെ അന്ന് ഞാൻ അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ഇത് സാധാരണ പോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് പിന്നെ ആദ്യത്തെ 3 ദിവസങ്ങളിലും റൂമിലേക്ക് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലാദ്യം വന്നൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ഉണ്ട്, ആനന്ദ്. എനിക്ക് ഏറ്റവും പുസ്തകത്തില് പുസ്തകത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അവനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ 3 ഫിസിയോതെറാപ്പിസ്റ്റ് വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം തോന്നിയത് ആ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വന്നപ്പോഴായിരുന്നു, ആനന്ദ്. അപ്പോൾ ഞാൻ എന്നെ ആ ഫിസിയോതെറാപ്പിയിലെ ബെഡിൽ കൊണ്ടുപോയിട്ട് അവർ കിടത്തി. ആ സമയത്ത് എൻ്റെ ഫയൽ കണ്ടപ്പോൾ ഹവ്വ എന്ന് പറഞ്ഞിട്ട് ഇവൻ ഓടി വന്ന്. അപ്പോൾ തന്നെ ഡോക്ടർ ബാക്കിൽ വരുന്നുണ്ട്. ഡോക്ടർ വന്നിട്ട് സീരിയസ് ആയിട്ട് അവൻ്റെ അടുത്ത് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ അവൻ എൻ്റെ അടുത്ത് വന്ന് പിന്നെ എന്നെ തട്ടി ഇതാക്കി. പിന്നെ കുറച്ച് കറണ്ടൊക്കെ വെച്ചിട്ടുള്ള ഇതൊക്കെ ചെയ്തു. എന്നിട്ട് അവൻ അന്ന് എന്നെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. അങ്ങനെ അന്ന് രാത്രി ഞാൻ തിരിച്ചു പോയി. ഇതേപോലെ ഞാൻ ഭയങ്കരമായിട്ട് റബ്ബിനോടൊരു മനോഹരമായ സംസാരം എന്ന് പറയില്ലേ, അതേപോലെ ഞാൻ എൻ്റെ എല്ലാ പ്രയാസവും റബ്ബിലേക്ക് അങ്ങ് പൂർണ്ണമായിട്ട് വിട്ട്. അങ്ങനെ എൻ്റെ പ്രയാസം, എനിക്ക് കുഞ്ഞു കുഞ്ഞു വേദന വരുന്നത് പോലും ഞാൻ റബ്ബിനോട് പറയാൻ തുടങ്ങി. ചെറിയ വേദന, എനിക്ക് വേദനിക്കുന്നുണ്ട് റബ്ബെ. അങ്ങനെ അത്രയും അടുത്തൊരു സംസാരമായിരുന്നു അത്. അന്ന് രാത്രി ഞാൻ റൂമിൽ നിൽക്കുമ്പം എനിക്കെന്തോ എൻ്റെ കൈക്ക് ചെറിയൊരു ഇളക്കം പോലെ, വിരലിന്. അപ്പോൾ ഞാൻ അങ്ങനെ ആദ്യം നോക്കുമ്പോൾ കൈയിൻ്റെ വിരലുകൾ ഇങ്ങനെ ചെറിയൊരു ഇളക്കം. ഞങ്ങൾ മെല്ലെ ഇളക്കി നോക്കി. അങ്ങനെ പതിയെ പതിയെ അതായത് ഇവിടെ ഒന്നും ഇളകുന്നില്ല കേട്ടോ, വിരല് മാത്രമാണ്. അപ്പം ഞാൻ അങ്ങനെ മെല്ലെ എടുത്തിട്ട് ഈ തള്ള വിരലിനോട് ഈ ചൂണ്ട് വിരലിങ്ങനെ കൂട്ടിമുട്ടിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്, ഞാൻ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം അല്ലേ ഈ വിരലുകൾ നമ്മൾ കൂട്ടിമുട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും അനുഭവിക്കാത്ത ഒരു അനുഭൂതിയായിരുന്നു ആ ഒരു സമയത്ത്. ഞാൻ വീണ്ടും 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 കൂട്ടി മുട്ടിച്ചിട്ട് സത്യം പറഞ്ഞാൽ ആ ഒരു ചലനത്തെ അങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. ഇപ്പോഴും എനിക്കത് വിരൽ തട്ടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ ശരിക്കും ഈ വിരലുകൾ തട്ടുമ്പോൾ ശരിക്കും ഒരു ആസ്വാദനമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനോടും ഉമ്മൻ്റെ അടുത്തും പറഞ്ഞു, എൻ്റെ വിരൽ ചെറുങ്ങനെ ഇളകുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ തന്നെ വീണ്ടും ഫിസിയോതെറാപ്പിയിൽ കൊണ്ടുപോയ സമയത്ത് ഞാനിങ്ങനെ ആനന്ദിനെ അടുത്തേക്ക് ഇങ്ങനെ കൈ അട്ടി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ വിരൽ ഇളകുന്നുണ്ടെന്ന്. പെട്ടെന്ന് അവൻ്റെ കയ്യിലുണ്ടായ സാധനമൊക്കെ അവൻ അവിടെ ഇട്ടിട്ട് ഓടി വന്ന്, എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞ് വീണ്ടും ഇളക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ കാണിച്ചു കൊടുത്തു, ഇളക്കാൻ കാണിച്ചു കൊടുത്തു. മിറാക്കിൾ, മാജിക്കൽ എന്നിട്ട് അവൻ അവിടെ ഇന്റേൺഷിപ്പ് പഠിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, ആ കുട്ടികളൊക്കെ വിളിച്ചിട്ട് ഇത് കാണിച്ചു കൊടുത്തിട്ട് തമിഴിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാജിക്കലാണ്, മിറാക്കിളാണെന്നൊക്കെ, മെഡിക്കൽ മിറാക്കിളാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞ്, ഇന്നലെ ഇവിടെ നിന്നിട്ട് ഞാനും സുരേഷ് സാറും തമ്മിൽ സംസാരിക്കുമ്പോൾ ഡോക്ടർക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല ഈ വിരലിളകുന്നുള്ള കാര്യത്തില്. ഈ ഡോക്ടർ പറഞ്ഞത് ഇത് ദൈവത്തിനറിയാം, ഈ വിരലുകൾ ഇളകോ ഇല്ലേ എന്നുള്ളത് ദൈവത്തിനറിയാം, എനിക്കൊരു പ്രതീക്ഷയും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പം അവരുടെ ഒരു സത്യത്തിൽ അവർക്കുള്ള ഉത്തരം റബ്ബിന്റെ വിരലിലൂടെ ആണ് കാണിച്ചു കൊടുത്തത്. അങ്ങനെ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ആ ഒരു കൂട്ടിമുട്ടി ആ ഒരു നിമിഷമായിരുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതം തന്നെ മാറ്റി മറിച്ചൊരു നിമിഷം എന്ന് പറഞ്ഞു. ആ ഒരു സമയത്താണ് ഞാൻ അൽഹംദുലില്ലാഹ് എൻ്റെ ഇടതുഭാഗം നഷ്ടപ്പെട്ടു പോയി തിരിച്ചത് കിട്ടിയ സമയത്താണ്, നഷ്ടപ്പെട്ടു പോയ സമയത്താണ് ഞാൻ 30 വർഷം ആയിട്ട് നമ്മൾ എത്രയോ ഒരു വിലയും കൊടുക്കാണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് ഞാൻ ആഴത്തിൽ ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ തുടങ്ങിയത് ആ സമയത്താണ്. തിരിച്ച് കിട്ടിയ സമയത്ത് അതൊരു വലിയ തിരിച്ചറിവ് പോയി. അള്ളാഹു എന്താണ്, അള്ളാഹിന്റെ കാരുണ്യം എന്താണ്. ഫാത്തിഹയിൽ നമ്മൾ എല്ലാ ദിവസവും നിസ്കരിക്കുമ്പോൾ ഉരുവിടുന്നുണ്ട്, അള്ളാഹു പരമകാരുണികനും കരുണാനിധിയുമാണ്. ആ എത്രത്തോളം അള്ളാഹു കരുണാനിധിയാണ് എന്നുള്ളത് ശരിക്കും വിരലിളകിയ സമയത്ത് ഞാനിങ്ങനെ ഹൃദയം കൊണ്ട് അനുഭവിച്ചറിയായിരുന്നു. അങ്ങനെ പതിയെ പതിയെ പിന്നെ ഒരു ദിവസം കുറച്ച് ദിവസത്തിന് ശേഷം വീണ്ടും ഒരു മിറാക്കിൾ ഉണ്ടായി. ഞാൻ വേദികളിലൊന്നും പറഞ്ഞിട്ടില്ല. അതായത് ഞാനൊരു ദിവസം ഇങ്ങനെ കിടന്നുറങ്ങായിരുന്നു. ഉറങ്ങുന്നതിന് അപ്പം പിന്നീടുള്ള ദിവസങ്ങൾ സത്യം പറഞ്ഞാൽ ഞാൻ അതിലേക്ക് മെല്ലെ വരാം. പിന്നീടുള്ള ദിവസങ്ങൾ പിന്നെ ഞാൻ എന്തിനെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി, എനിക്കുള്ള അനുഗ്രഹത്തിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഞാൻ ഇടതുഭാഗം മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു,
വലത് ഭാഗത്തിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് വലത് കൈയുണ്ട്, വലത് കാലുണ്ട്, വലത് കൈ കൊണ്ട് എനിക്ക് എന്തു ചെയ്യാം, ഭക്ഷണം കഴിക്കാം, അൽഹംദുലില്ലാ. പിന്നെ എൻ്റെ പാരൻസ് ഉണ്ട്, എൻ്റെ ഫാമിലി എൻ്റെ ചുറ്റുമുണ്ട്, അൽഹംദുലില്ലാ. എത്രയോ ആളുകൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുന്നുണ്ട്, പരക്കം പായുന്നുണ്ട്, അൽഹംദുലില്ലാ. അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല. എന്നെ സ്നേഹിക്കാൻ ചുറ്റും ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, ഡോക്ടർമാർ, സിസ്റ്റർമാർ. അപ്പം ഞാൻ എന്താവാൻ തുടങ്ങി, ഞാൻ ചിരിക്കാൻ തുടങ്ങി. ഓരോ ദിവസവും ആ ചിരി ഇങ്ങനെ മനോഹരമാവാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആ ഒരു ഹോസ്പിറ്റലിനെ സത്യം പറഞ്ഞാൽ ഞാനൊരു സ്കൂളായിട്ട് കാണാൻ തുടങ്ങി. എൻ്റെ വീൽ ചെയറിനെ എനിക്ക് സത്യം പറഞ്ഞാലൊരു എൻ്റെ മോളെ കളിവണ്ടിനെക്കാട്ടും മനോഹരമായിട്ടുള്ള ഒരു കളിവണ്ടിയായിട്ട് തോന്നി. വാക്കറുണ്ടല്ലോ, അതിനെക്കാട്ടും മനോഹരമായിട്ടുള്ള ഒരു കളിവണ്ടിയായിട്ട് തോന്നി. അപ്പം ഞാൻ പിന്നെ ഈ വാക്കറിൽ പോകുമ്പോൾ ഒക്കെ സൈഡിലുള്ള അക്കന്മാരോടൊക്കെ ടാറ്റാക്കി വർത്താനം പറഞ്ഞു. ഒരു തമിഴാ പറയുന്നത്, ഞാൻ മലയാളം പറഞ്ഞത്. അവർക്ക് ഇംഗ്ലീഷ് അറിയില്ല, അക്കന്മാർക്കൊക്കെ എന്നെ കൊണ്ടുപോകുന്ന. പക്ഷെ ഞാൻ സംസാരിക്കുന്നു അവരോട്. അവർക്ക് ഞാൻ പറയുന്നതും ഒരു പ്രത്യേക തരം ഭാഷ പറയില്ല, ഹൃദയത്തിന്റെ ഭാഷ അതായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് പ്രിയപ്പെട്ട അക്കന്മാരുണ്ട്. അതിൽ ഒരാളെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്, ഗോമതി അക്ക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊക്കെ എന്നോടുള്ളൊരു സ്നേഹം എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ അഡ്മിറ്റ് ആയത് ഒരു 2 ആഴ്ചയോളം ഞങ്ങൾ ആദ്യത്തെ സമയത്ത് അഡ്മിറ്റ് ആയിരുന്നു. ആ ഒരു സമയത്ത് റൂമിൽ നിന്ന് അങ്ങനെ പോകും. പിന്നെ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തൊട്ടടുത്തൊരു ഫ്ലാറ്റിലേക്ക് മാറി. എന്നാൽ ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഞാൻ കാക്കുൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, എനിക്ക് എന്ത് വേണം, എനിക്കൊരു ബുക്ക് വേണം, കുറച്ച് കളർ പെൻസിൽസ് വേണം, പെന്ന് വേണം. എന്നിട്ട് ഞാൻ എഴുതാൻ തുടങ്ങി. ആദ്യമായിട്ട് ഞാൻ എഴുതി ഗ്രൂപ്പിലിട്ട സമയത്ത് ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ കരയാൻ തുടങ്ങി. അതായത് സങ്കടം വന്നിട്ട് ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ. പക്ഷെ അതിൽ പിന്നെ എല്ലാവർക്കും മനസ്സിലായി ഞാൻ പറയുന്നത് ഒരു ഐ ഓപ്പണിംഗ് ആണ്. എല്ലാവർക്കും ഞാൻ സത്യത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്ന എന്താന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും കാലം ജീവിച്ചൊരു ലോകമുണ്ട്, ഞാൻ ഇത്രയും കാലം ചിന്തിച്ചൊരു ലോകമുണ്ട്. ആ ലോകത്തിലാണ് പല ആളുകളും ജീവിക്കുന്നത്. അപ്പോൾ അതല്ല ഇത്, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ എൻ്റെ ഉള്ളിൽ 1000 കാര്യമുണ്ട് പറഞ്ഞു കൊടുക്കാൻ. ഞാൻ എഴുതണം, ഞാനിത് പറയണം എന്നുള്ളതിൽ ഞാൻ അങ്ങനെ പിന്നെ മെല്ലെ എഴുതി തുടങ്ങി. പിന്നെ ബാക്കി സമയം എനിക്ക് കുറച്ച് സമയം ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി സമയത്ത് ഞാൻ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ഈ ചിത്രം വരച്ചിട്ട് ഞാൻ പിച്ചിട്ട് പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് ആനന്ദിന് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, എഴുതിയത്. പിന്നെ എൻ്റെ ഡോക്ടർമാർക്ക് ഗിഫ്റ്റ് കൊടുക്കും. ഓരോ ദിവസവും ഡോക്ടർ വരുന്ന സമയത്ത് ഡോക്ടർക്ക് ഞാൻ അന്ന് അവിടെ ഇരുന്നിട്ട് വലത്തേ കൈകൊണ്ട് ഒറ്റക്ക് ചെറിയൊരു കുട്ടീനെ പോലെ തോണി ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ആ കിടത്തത്തിൽ നിന്ന് എണീക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. അങ്ങനെ അത് അള്ള തന്നൊരു ശക്തിയാണ് കേട്ടോ, അള്ള പിന്നെ തന്നൊരു ശക്തിയാണത് സത്യം പറഞ്ഞാൽ. പിന്നെ എൻ്റെ അടുത്ത് എൻ്റെ ഹൃദയത്തിലൊരു പ്രയാസമല്ല, എന്നോട് ഇങ്ങോട്ട് വന്ന് സങ്കടം പറയുന്ന ആൾക്കാരെ ഞാൻ അങ്ങോട്ട് മോറ്റി ആശ്വസിപ്പിക്കാൻ തുടങ്ങി. ഞാൻ വളരെ ഹാപ്പിയാണ്. അതായത് എനിക്ക് ഓർക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആസ്വദിച്ച ഏറ്റവും ആസ്വദിച്ച ദിവസങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ ഈ ചിത്രം വരച്ചു തുടങ്ങി. ഇപ്പോൾ സിസ്റ്റർമാരൊക്കെ വരുന്ന സമയത്ത് എൻ്റെ ചിത്രം ഇങ്ങനെ നോക്കും, പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞു, തൊട്ടടുത്ത ഫ്ലാറ്റിലേക്ക് മാറി. അപ്പോൾ രാവിലെ എന്താക്കും, സ്കൂളിൽ വരുന്ന പോലെ തന്നെ ഫിസിയോതെറാപ്പിൻ്റെ ഒരു ക്ലാസ് റൂമായിരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് വരുന്ന പോലെ കാക്കുനെ മാറ്റിച്ച് കൊണ്ടുവരും, ഒരുക്കി കൊണ്ടുവരും. ഉമ്മയുണ്ടാവും കൂടെ. പിന്നെ വീൽ ചെയറിലേക്ക് ഇരുത്തും. എന്നിട്ട് വീൽ ചെയറിന്ന് ക്ലാസ്സിലെത്തുന്നവരെ അവിടെ ഉള്ള എല്ലാ ആളുകളോടും ഉറക്കെ വർത്താനം പറയും. ചില ആളുകൾ വിചാരിച്ചിട്ട് എനിക്കെന്തോ കുഴപ്പമുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, എന്തോ ചെറിയ പ്രശ്നമുള്ള ആളാ. പക്ഷെ ഞാൻ അതല്ല, ഞാൻ ആസ്വദിക്കുക നല്ല എനിക്ക് തന്ന. എന്റെ മുന്നിൽ ഞാൻ സത്യത്തിൽ മരണം ഉറപ്പിച്ച് നിൽക്കുകയാണ് ആ സമയത്ത്. കാരണം എന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് ബാക്കി വന്നിട്ടില്ല. ഞാനിത് ഈ വിരല് മാത്രം ഇളകിയിട്ടുള്ളൂ. മരണം ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. എത്ര ദിവസം എനിക്ക് ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ ഉള്ള സമയം എന്താണ്, ഓരോ നിമിഷവും നന്മ, എന്തെല്ലാം നന്മ എനിക്ക് പെറുക്കിയെടുക്കാൻ പറ്റും. അന്ന് ഞാൻ പുസ്തകത്തിൽ ഡയറി ആയിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുതും. അപ്പൊ ഈ എഴുതുന്ന സമയം ഞാൻ എഴുതിയിട്ടുണ്ട്, നമ്മൾ ടെമ്പിൾ റൺ കളിക്കൂലേ, അപ്പൊ നമ്മളിങ്ങനെ പെറുക്കിയെടുക്കൂലേ, അതേപോലെ നിങ്ങൾ എന്താക്കണം, എല്ലാ ദിവസവും ഓരോ നന്മ പെറുക്കിയെടുക്കണം. അപ്പൊ ഞാൻ രാവിലെ ഈ അക്കനോട് ചിരിച്ച് വർത്താനം പറയണ്ടേ, ഞാൻ അന്ന് നേടുന്ന ഒരു നന്മാണത്. അപ്പൊ എന്തെല്ലാം നന്മ നേടാൻ പറ്റും, അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് ജീവിതം വളരെ ഒരു സന്തോഷകരമായിട്ട് മാറാണ്. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം അങ്ങനെ പോയി. അങ്ങനെ ഫ്ലാറ്റിൽ നിൽക്കുന്ന സമയത്ത് രാത്രി സമയത്ത് എനിക്ക്
ഹൈ ഡോസ് മെഡിസിനാണ്, അതായത് ഉറക്ക ഗുളികകളാണ് ഹൈ ഡോസ്. പെയിന് കുറയാൻ വേണ്ടിയിട്ട്. പെയിന് കുറയാനും ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ബ്രെയിൻ ട്രീറ്റ്മെൻറ്റ്, ബ്രെയിൻ സർജറി കഴിഞ്ഞ ആളുകൾക്ക് ഇത്ര മണിക്കൂർ ഉറക്കം നിർബന്ധമാണ്. ഞാൻ ഉറങ്ങുന്നില്ല. ഞാൻ ഉറങ്ങാത്തത് എന്താ, ഞാൻ രാത്രി കിടക്കുന്ന ഉറക്കത്തിൽ രാവിലെ എഴുതാൻ, ഈ ഡയറി കുറിപ്പിൽ എഴുതാനുള്ളത് ആലോചിക്കില്ല. എനിക്ക് സ്വപ്നത്തിൽ ഇങ്ങനെ വരിക, അത് വരുന്നത് അള്ളാഹുവിനെ കുറിച്ചിട്ടാണ്. അപ്പം എനിക്ക് പേടിയാവുക. ഇത് ഞാൻ രാവിലെ ആവുമ്പോഴേക്ക് മറന്നു പോകുന്നുള്ള ടെൻഷൻ. എന്നിട്ട് ഞാൻ 3 മണിക്കൊക്കെ എണീക്കും. 3 മണിക്കിട്ട് ആ സമയത്ത് കുറച്ച് ദേഷ്യം കൂടുതലായിരുന്നു എനിക്ക്. എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞതാണ്, കുറച്ച് ദേഷ്യം കൂടുതലായിരുന്നു. പൊതുവെ അങ്ങനെ ഉണ്ടാവും പറയുന്നത്, മരുന്നുകൾ ഒരുപാട് കയറുന്നുണ്ട്. വേറെ ആരോടുമല്ല, ഞാൻ ഹസ്ബൻഡിനോടാണ് ദേഷ്യപ്പെടുക. ഇതിനാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് എണീക്കണം, എനിക്ക് എഴുതണം. അതേപോലെ ഒരു 12 മണിയാകുമ്പോൾ എണീറ്റിട്ട് കാക്കു ഒന്ന് ബാത്റൂമിൽ കൊണ്ടുപോകും, തിരിച്ചു. അതൊക്കെ എത്രയോ പ്രയാസത്തിലാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡാണ് സത്യത്തിൽ എനിക്ക് ഇടത് ഭാഗം തളർന്നു പോയി എന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം ഇടത് ഭാഗമായിട്ട് എൻ്റെ കാക്കു ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇത് മറന്നു പോകുമെന്ന് പേടിച്ചിട്ട് ഞാൻ വാശി പിടിച്ചിട്ട് എണീക്കും. അങ്ങനെ എണീറ്റിട്ട് എഴുതും. ഇങ്ങനെ എഴുതുന്ന എൻ്റെ ശരീരത്തിന് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ കാക്കു എന്താക്കാൻ തുടങ്ങി, സമയം മാറ്റി പറയാൻ തുടങ്ങി, ടൈം ആയിട്ടില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ എങ്ങനെ കാക്കു പറഞ്ഞാലും 4-4:30 ആകുമ്പോഴത്തേക്ക് ഞാൻ എണീറ്റിട്ടുണ്ടാവും. എണീക്കും. അത് ടേബിളിലേക്ക് എന്നെ കൊണ്ടുപോയി ഇരുത്തും. 2 സൈഡുള്ള ചെയർ വേണം. അതിലേക്കൊരു ടേബിളിലേക്കൊരു ബോർഡ് വെക്കും. അങ്ങനെ ഇരുന്നിട്ടാണ് എഴുതാം. എന്നിട്ട് ഞാൻ എഴുതും, ഫോട്ടോ എടുക്കും. കാക്കു എല്ലാ ഗ്രൂപ്പുകളിലും ഇട്ട് കൊടുക്കും. അതങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഒരുപാട് പോയിട്ടുണ്ട്. അന്ന് എൻ്റെ എഴുത്തുകൾ പത്രം പോലെ സ്ഥിരമായി വായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അതിങ്ങനെ സെൻഡ് ചെയ്ത് പോയിട്ട് അങ്ങനെ. അപ്പോൾ ഒരു അത്ഭുതമായിരുന്നു അത്. ഇത്ര മരുന്ന് കഴിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ആ രാവിലെ എഴുന്നേൽക്കാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ ആ ഒരു സമയം ഇങ്ങനെ കടന്നുപോയി. പിന്നെ അതിനിടയിൽ മക്കളെ ഒന്ന് കൊണ്ടുവരികയൊക്കെ ചെയ്തു. അത് പറഞ്ഞപ്പോഴാണ് പൊതുവേ ഉമ്മമാരാകുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. കാരണം കഥ കേട്ട് അങ്ങനെ ഇരുന്ന് പോയി. പഠിച്ചോൻ്റെ ഒരു അനുഗ്രഹവും അതേപോലെ ശരിക്കും ആ ഒരു സ്റ്റേജ് ഇങ്ങനെ കണ്ടു വന്ന പോലെ, ഒരു സിനിമ പോലെ കാണാമെന്ന് അറിയില്ല. നിങ്ങൾ പറഞ്ഞപ്പോൾ അതിൽ ഞാൻ അങ്ങനെ ഇരുന്ന് പോയി. എന്തൊക്കെയാണ് ഞാൻ ചോദിക്കണം എന്നൊക്കെ വിചാരിച്ച് വന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ എല്ലാം മറന്നുപോയി. അപ്പോൾ മക്കളെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഞാനൊരു ഉമ്മയാണ്, ഒരു 5 വയസ്സുകാരൻ്റെ ഉമ്മയാണ്. അപ്പം നമ്മളെ മക്കളെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ക്ലോസ് ആണ്. നമുക്ക് എന്ത് വന്നാലും മക്കളെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാത്ത ആളുകളാണ്. അപ്പോൾ ഈ 11 മാസമായിട്ടുള്ള മോളെ ഫീഡിങ് ഒക്കെ നിർത്തി അവളവിടെ ആക്കിയിട്ട് കോയമ്പത്തൂർക്ക് പോകാന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അസുഖത്തിനേക്കാൾ അത് ഭയങ്കരമായിട്ട് കൂടുതൽ വേട്ടാടിയത്. അപ്പൊ ആ സമയത്ത് പിന്നെ മോള് മറന്നുപോയി എന്നൊക്കെ എഴുതിയിരുന്നല്ലോ.